നന്ദഗോവിന്ദം ഭജൻസിന് നേരെ സുഡാപ്പികൾ നമ്മുടെ സോഷ്യൽ മീഡിയയിൽ വലിയ ആക്രമണം തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. അങ്ങനെ വിട്ടാ പറ്റില്ലല്ലോ. കാലം ഒരു സൂപ്പർ സ്റ്റാർ മതി. അത് മതി. എത്ര സുന്ദരമായാണ് നമ്മുടെ കേരളം, എത്ര ഐക്യത്തോടു കൂടിയാണ് മുന്നോട്ട് പോയിരുന്നത്. അവിടെ കുളമാക്കാനായിട്ട് സുഡാപ്പികളും ജിഹാദികളും എന്തിനാണ് ഇങ്ങനെ കച്ചകെട്ടി രംഗത്തെത്തുന്നത് എന്നാണ് തീരെ മനസ്സിലാവാത്തത്. പിന്നെ ശ്യാമ അസലായിട്ട് പാട്ടും പാടുമല്ലോ, അതുകൊണ്ട് കൂടിയാ ആളുകൾക്ക് അവനോട് ഇത്ര ഭ്രാന്ത്. എത്ര സുന്ദരമായിട്ടാണ് നമ്മളൊക്കെ എല്ലാ മതങ്ങളും ഒരുമിച്ച്, എല്ലാ മതങ്ങളുടെ ആരാധകരെയും ബഹുമാനിച്ച് ഐക്യത്തോടുകൂടി നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ സകലത്തിലും പ്രശ്നമുണ്ടാക്കാനായിട്ട് സുഡാപ്പികളും ജിഹാദികളും എന്തിനാണ് ഇങ്ങനെ തുനിഞ്ഞിറങ്ങിയത്? നന്ദഗോവിന്ദം ഭജൻസി എന്നൊക്കെ പറയുന്നത് കേരളത്തില് ജനലക്ഷങ്ങള് ഹൃദയത്തോട് ചേർത്ത് പിടിച്ചിട്ടുള്ളൊരു ഭജൻസാണ്. സത്യമാണെങ്കിലും എനിക്ക് അംഗീകരിച്ചു കൊടുക്കാൻ പറ്റുമോ? അവര് ക്ഷേത്രങ്ങളിലേക്ക് എത്തിയിട്ട് അതുമായി ബന്ധപ്പെട്ട് ആളുകൾക്ക് മുന്നിൽ അവർ പാടുന്നത്, അവർ ആലപിക്കുന്നത് എത്ര സുന്ദരമായിട്ടാണ് കേരളം കണ്ടോണ്ടും കേട്ടോണ്ടും ഇരിക്കുന്നത്. അതിനെതിരെ പോലും, അതായത് ഹിന്ദു വിശ്വാസത്തിന് നേരെ സുഡാപ്പികൾ പരസ്യമായിട്ട് സോഷ്യൽ മീഡിയയിൽ എത്തി എന്നുള്ളത് മതഭേദമന്യേ സകല മലയാളികളും ഒറ്റക്കെട്ടായിട്ട് എതിർക്കേണ്ടത് തന്നെയാണ്. நம்ம வேலை நம்ம கடமையை செம்மையா செஞ்சுட்டு அந்த நதி மாதிரியே போய்கிட்டே இருக்கும். ഒരു റാശി പട്ടാമ്പി എന്ന് പറയുന്ന ഒരു ഫേസ്ബുക്ക് പ്രൊഫൈലിലാണ് ഈ ഒരു പോസ്റ്റ് വന്നിട്ടുള്ളത്. ഉളപ്പില്ല സുഡാപ്പിക്കാരാ, ഉളുപ്പില്ലേ ഇതുപോലെ വിളിച്ചു വരാൻ? കേരളത്തിൽ കിലോമീറ്റർ, ഓരോ കിലോമീറ്റർ 3-4 പള്ളികളില്ലേ? എന്നിട്ട് അതിനെതിരെ ആരെങ്കിലും എന്തെങ്കിലും പറയുന്നുണ്ടോ? ഞാൻ ഇത്രയും വിചാരിച്ചില്ല. ജഗജില്ലയല്ലേ ഇയാള്? നമ്മുടെ സുന്ദരമായ കേരളത്തിൽ സകല കുത്തിത്തിരിപ്പും ഈ ജിഹാദികള്, ഈ സുഡാപ്പികളാ ചെയ്യുന്നത്. ഈ പറയുന്ന നന്ദഗോവിന്ദം ഭജൻസിന് നേരെ പോലും എങ്ങനെയാണ് ഒരു ഭജന ആലപിക്കുന്നതിന്, ഭജനക്കെതിരെ പോലും ആളുകൾ വരുന്നുണ്ടെങ്കിൽ നമ്മുടെ കേരളം എങ്ങോട്ടേക്ക് എത്തി? ഇവർക്ക് ഇനിയും ധൈര്യം കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് ഇടതിനും വലതിനൊക്കെ വോട്ടു ചെയ്യണോ എന്നുള്ളത് പോലും സകല മലയാളികളും 1000 തവണ ചിന്തിക്കൂ. ഉളുപ്പുണ്ടടാ ചക്കണക്ക്. ഈ വക കൂതറ കളി കളിക്കാൻ നിനക്കല്ലാതെ മറ്റാർക്ക് സാധിക്കില്ല.